സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പിട്ടു. ആ കുറിപ്പിൽ അദ്ദേഹം ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ആ കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ വാര്യരാണ് താരം. വാര്യരെ അത് അവരുടെ കാലമല്ലേ എന്ന് പണ്ട് ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ വാര്യരുടെ കാലമായി മാറിയിരിക്കുന്നു എന്നതാണ് വർത്തമാനകാലത്തിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും വാര്യരുടെ കാലത്ത് ഈ കുറിപ്പിന് ഒരു ശ്രദ്ധേയമായ പ്രാധാന്യമുണ്ട്. ആ കുറിപ്പിങ്ങനെയാണ്: ഇന്നലെ വിജയാഹ്ലാദ പ്രകടനത്തിനിടയ്ക്ക് പ്രിയപ്പെട്ട VK ശ്രീകണ്ഠൻ MP ഒരു പണി പറ്റിച്ചു. കേക്ക് മുറിച്ച് ഷാഫി പറമ്പിലിൻ്റെയും എൻ്റെയും മുഖത്തുകൂടി തേച്ചു. ഷാഫി തിരികെ ശ്രീകണ്ഠേട്ടൻ്റെ മുഖത്തും കേക്ക് തേച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കേക്ക് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. എൻ്റെ മുഖത്തെ കേക്ക് അപ്പോൾ തന്നെ ഞാൻ തുടച്ചു കളഞ്ഞു. എനിക്ക് താടിയില്ലല്ലോ. ഷാഫിയുടെ താടിയിലാകെ ശ്രീകണ്ഠൻ തേച്ച കേക്ക് പറ്റിയിരിക്കുന്നു. എത്ര തുടച്ചു കളഞ്ഞിട്ടും ഷാഫിയുടെ മുഖത്ത് നിന്ന് അത് പോകുന്നില്ല. ഷാഫി എന്നോട് ചോദിച്ചു, ഇനി മുഖത്ത് കേക്കിൻ്റെ ഭാഗം എവിടെയെങ്കിലും ബാക്കിയുണ്ടോ? അപ്പോൾ ഷാഫിയുടെ മുഖത്ത് താടിയിൽ പറ്റിയിരുന്ന കേക്കിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ തുണി ഉപയോഗിച്ച് തട്ടിക്കളഞ്ഞതാണ് ഇന്നത്തെ എൻ്റെ പഴയകാല സഹപ്രവർത്തകരുടെ ഭയങ്കരമായ കണ്ടെത്തൽ. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചേർന്നത് മുതൽ ശ്രീകണ്ഠേട്ടനും ഷാഫിയും വിഷ്ണുവും രാഹുലും അബിനും ജ്യോതികുമാറും മാത്യുവും PK ഫിറോസും നജീബ് കാന്തപുരവും ഷംസൂക്കയും അടക്കം എല്ലാ നേതാക്കളും എന്നോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും കരുതലും വർണ്ണിക്കാനാവുന്നതിലപ്പുറമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ലെന്ന് മാത്രമേ എനിക്കെൻ്റെ പഴയകാല സഹപ്രവർത്തകരോട് പറയാനുള്ളൂ. ഇടയ്ക്കൊക്കെ വിദ്വേഷവും വൈരാഗ്യവും മാറ്റിവെച്ച് മനുഷ്യനെപ്പോലൊന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മതി. ഇത്തരം ചില സുന്ദര അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. ആ കുറിപ്പിൽ ഇലക്ഷന് വിജയിച്ച് കഴിഞ്ഞുണ്ടായ സംഭവങ്ങളെയാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. ഇത് പറയുമ്പോൾ അതിൻ്റെ അവസാനം പറയുന്ന വാക്കാണ് ഏറ്റവും പ്രസക്തമായി എനിക്ക് തോന്നിയത്. അത് വേറൊന്നുമല്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചേർന്നത് മുതൽ ശ്രീകണ്ഠേട്ടനും ഷാഫിയും വിഷ്ണുവും രാഹുലും അബിനും ജ്യോതികുമാറും മാത്യുവും PK ഫിറോസും നജീബ് കാന്തപുരവും ഷംസൂക്കയും അടക്കം എല്ലാ നേതാക്കളും എന്നോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും കരുതലും വർണ്ണിക്കാനാവുന്നതിലപ്പുറമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ലെന്ന് മാത്രമേ എൻ്റെ പഴയകാല സഹപ്രവർത്തകരോട് പറയാനുള്ളൂ. ഇടയ്ക്കൊക്കെ വിദ്വേഷവും വൈരാഗ്യവും മാറ്റിവെച്ച് മനുഷ്യരെ പോലെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മതി. സത്യത്തിൽ ഒരുപാട് മനുഷ്യർ ഈ വിദ്വേഷവും പകയും ഒക്കെ കൈവച്ചുകൊണ്ട് ഒരു മുറിക്കകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ആ മുറിക്കകത്തിരുന്ന് ഈ വിദ്വേഷവും പകയുമൊക്കെ പുറം ലോകം കാണാതെ അവരിങ്ങനെ പങ്കുവെച്ച് അനുഭവിച്ച് അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ചില ചെറിയ ടോയ്ലറ്റുകളിൽ, കക്കൂസുകളിൽ ചിലർ കയറിയിരുന്ന് അതിലെന്തോ ഒരു സുഖം കണ്ടെത്തി അത് ആസ്വദിക്കുന്നത് പോലെ പുറത്തേക്കിറങ്ങി മനുഷ്യരുടെ ഇടയിലേക്ക് നോക്കിയാൽ ഇത്തരം സ്നേഹം ഒത്തിരി കാണാം. അവർക്കും കിട്ടും, അവർക്കും അനുഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ സ്നേഹവും അത്തരം കാര്യങ്ങളും മതത്തിനും ജാതിക്കുമൊക്കെ അപ്പുറമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മനോഹരമായ ഒരു അവസരമായി കൂടി ഇതിനെ കാണും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വാക്കുകളായി കുറിച്ചത്. അതൊരുപാട് പേർക്കുള്ള ഒരു ഗുണപാഠം കൂടിയാണ്.